നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം ഇന്ന് ഏപ്രിൽ 2, ഒരു മാസം പിന്നിടുമ്പോൾ യുദ്ധം ഇതോടുകൂടി തന്നെ അവസാനിച്ചു. ഇതൊരു യുദ്ധാവസാനമാണ് എന്നുള്ള പ്രഖ്യാപനമായിട്ട്, വളരെ വിചിത്ര പ്രഖ്യാപനവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത്. ഈ വാക്കുകളെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒരുമിച്ച് യുദ്ധത്തിനിറങ്ങിയതാണ് അമേരിക്കയും ഇസ്രായേലും. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം അമേരിക്ക ജയിച്ചെന്നും യുദ്ധം ഇതോടുകൂടി അവസാനിച്ചെന്നുമാണ്. എന്നാൽ ഇറാൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. ഇറാൻ ഇത്തരത്തിലൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. ഇറാൻ ഇപ്പോഴും ആ സൈഡിൽ നിന്ന് പോരാടുകയാണ്. ഇപ്പോൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇസ്രായേലും ഇറാനെതിരെയുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്വന്തമായി ഒരു വിചിത്ര പ്രഖ്യാപനം അമേരിക്ക നടത്തുന്നത്. ഈ യുദ്ധം അമേരിക്ക ജയിച്ചെന്നും ഇറാൻ തകർന്നടിഞ്ഞെന്നാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടുവരുന്നത്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും ഒന്നടങ്കം ഇല്ലാതാക്കിയെന്നും ട്രംപ് അഭിപ്രായപ്പെടുന്നു. രാത്രിയോടുകൂടി ഇറാന്റെ നാവികസേന ഇല്ലാതായെന്നും അതോടൊപ്പം തന്നെ അവരുടെ വ്യോമസേനയും തകർത്ത് തരിപ്പണമാക്കി. അവരുടെ മിക്ക നേതാക്കളും കൊല്ലപ്പെട്ടു. ഇതാണ് ഏറ്റവും പ്രധാനമായി ട്രംപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. ഇതിനു മുൻപും പലപ്പോഴും ട്രംപ് പല കാര്യങ്ങളും യുദ്ധം ഒരാഴ്ച കൊണ്ട് അവസാനിക്കും, 2 ആഴ്ച കൊണ്ട് അവസാനിക്കും, 3 ആഴ്ച കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഇറാൻ ഇക്കാര്യം തള്ളുകയാണ് ചെയ്തത്, ഒപ്പം ഇസ്രായേലും. ഇതിനിടയിലാണ് യുദ്ധം അവസാനിച്ചെന്നും അമേരിക്ക ജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ കരുത്തുറ്റ സൈന്യം അമേരിക്കയാണെന്ന് തെളിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയില്ല. ഹോർമുസ് കടലിടുക്ക് ആവശ്യമുള്ള രാജ്യങ്ങൾ ഹോർമുസ് സംരക്ഷിക്കണമെന്നും ട്രംപ് പറഞ്ഞു. അല്ലെങ്കിൽ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം, അതുമല്ലെങ്കിൽ ഹോർമുസ് സ്വാഭാവികമായി തുറക്കപ്പെടുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്ക ഒരിക്കലും ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടില്ല, പക്ഷേ അത് സംഭവിക്കും. ഇറാന്റെ പല സംവിധാനങ്ങളും തരിപ്പണമായി, ആണവ കേന്ദ്രങ്ങൾ തകർത്തു. ഇറാനിൽ ഇനി ഏത് നീക്കം നടത്തിയാലും അമേരിക്ക അറിയുമെന്നും അത് തകർക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യുഎസിനൊപ്പം ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ട്രംപ് ഇപ്പോൾ മറിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഇനി മിഡിൽ ഈസ്റ്റിന് ഭീഷണിയല്ല, ഇറാന്റെ ഭീഷണി ഒഴിഞ്ഞെന്നും കൂട്ടിച്ചേർത്തു. ഇറാന് നിർണായകമായ തിരിച്ചടി നൽകിയതിന് യുഎസിലെ സായുധ സേനയെയും ട്രംപ് പ്രശംസിച്ചു. മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ ഉണ്ടാക്കിയ ആണവ കരാർ തെറ്റാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് അത് റദ്ദാക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പറഞ്ഞു. ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴും നയതന്ത്രത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇറാൻ എല്ലാ കരാർ ശ്രമങ്ങളെയും നിരസിച്ചുകൊണ്ട് തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒബാമയുടെ ആണവ കരാർ നിലവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായേനെ എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ട്രംപിന്റെ വിചിത്ര പ്രഖ്യാപനങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം യുദ്ധം അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലകളിലേക്കുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലും പോരാടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വേളയിലാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് യുദ്ധം അവസാനിച്ചുവെന്ന് ഉറക്കപ്പിച്ചിൽ പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ ആ പാതയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നും യുഎസിന് അതിൻ്റെ ആവശ്യമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇറാൻ ഹോർമുസ് അടച്ച സാഹചര്യത്തിൽ ഇന്ധനത്തിനായി ഈ പാതയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അത് സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വെനസ്വേല ഉള്ളതിനാൽ നമുക്കിനി പശ്ചിമേഷ്യയിൽ നിന്നും എണ്ണ വേണ്ട എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-നാണ് യുദ്ധം തുടങ്ങിയത്. ഇന്ന് ഏപ്രിൽ 2, ഒരു മാസം അതുപോലെ തന്നെ 2 ദിവസവും പിന്നിടുമ്പോഴാണ് ട്രംപ് യുദ്ധം അവസാനിച്ചു എന്നുള്ള പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വരുന്നത്. ആദ്യം 32,000-ഓളം പ്രതിഷേധക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ആ സംഖ്യ 45,000-ആയി ഉയർന്നിട്ടുണ്ട്. മറ്റ് പ്രസിഡന്റുമാർ ചെയ്ത തെറ്റ് താൻ തിരുത്തുകയാണെന്നാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. തങ്ങൾ ഈ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണെന്നും അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്.
പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളായ ഇസ്രായേൽ, സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഈ പറയുന്ന അറബ് രാജ്യങ്ങളൊക്കെ തന്നെ അവർ മികച്ച രീതിയിൽ കൂടെയുണ്ട്. ഒരു തരത്തിലും ഒരു രൂപത്തിലും അവർക്ക് പരിക്കേൽക്കാനോ അവർ പരാജയപ്പെടാനോ തങ്ങൾ അനുവദിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഡ്രിൽ ബേബി ഡ്രിൽ എന്ന തന്റെ സർക്കാരിന്റെ നയം കാരണം എണ്ണയുടെ കാര്യത്തിൽ ഇപ്പോൾ US-നെ ആശ്വസിക്കാമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ധനം ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങൾ US-ൽ നിന്ന് എണ്ണ വാങ്ങാൻ ട്രംപ് നിർദ്ദേശം നൽകി. തങ്ങളുടെ പക്കൽ ധാരാളം എണ്ണയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി ശൃംഖലയെ ആക്രമിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ജനീവ കൺവെൻഷന്റെ ലംഘനമാകും അതെന്നാണ് വിലയിരുത്തൽ. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകളും ഇറാൻ തള്ളിയിട്ടുണ്ട്. കാരണം വെടിനിർത്തലായി ഇറാൻ അപേക്ഷിച്ചു എന്ന ട്രംപിന്റെ വാദം അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. അതായത് യുദ്ധം അവസാനിച്ചു എന്ന് ട്രംപ് പറയുന്ന കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇറാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചുവെന്ന് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് അറിയിച്ചത്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് അമേരിക്കയോട് വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചതായും ഹോർമുസ് കടലിടുക്ക് തടസ്സമില്ലാതെ തുറന്നുകൊടുത്താൽ മാത്രമേ ഈ നിർദ്ദേശം പരിഗണിക്കൂ എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. മുജ്തബ ഖമനേയി മുൻഗാമികളെ അപേക്ഷിച്ച് കുറഞ്ഞ തീവ്രതയുള്ള ആളും ബുദ്ധിമാനുമാണ്. അദ്ദേഹം അമേരിക്കയോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമാകുമ്പോൾ തങ്ങൾ അത് പരിഗണിക്കുമെന്നും കൂടി ട്രംപ് കൂട്ടിച്ചേർത്തു. കടലിടുക്ക് തുറക്കുന്നത് വരെ ഇറാനെ ആക്രമിക്കുന്നത് തുടരുമെന്നും അവരെ ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ കാര്യത്തിൽ ഔദ്യോഗിക കരാർ ഉണ്ടായില്ലെങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈനിക നടപടി അവസാനിപ്പിച്ചേക്കാമെന്ന ചൊവ്വാഴ്ചയാണ് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യം വിശദീകരിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ ജനതയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അതിന് തൊട്ടു മുമ്പ് നടത്തിയ പ്രസ്താവനയായിരുന്നു ഇത്. ഏതായാലും ഇറാൻ യുദ്ധത്തിൽ US-നെ സഹായിക്കാത്തതിന്റെ പേരിൽ കടുത്ത ഭിന്നത നിലനിൽക്കെ സൈനിക സഖ്യമായ നാറ്റോ വിടുന്ന കാര്യം താൻ കാര്യമായി പരിഗണിക്കുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു. ബ്രിട്ടീഷ് ദിനപത്രമായ ദി ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഒരു പരാമർശം. പശ്ചിമേഷ്യയിലെ യുദ്ധം പൂർത്തിയാക്കിയ ശേഷം നാറ്റോ വിട്ടേക്കുമെന്ന സൂചനയാണ് നൽകിയത്. നാറ്റോയെ കടലാസ് പുലി എന്നാണ് ട്രംപ് വിളിച്ചത്. ബ്രിട്ടീഷ് നാവികസേന പഴഞ്ചനാണെന്നും അവർക്ക് പ്രവർത്തിക്കാത്ത വിമാനവാഹിനികളാണ് ഉള്ളതെന്നും പരിഹസിച്ചു. യുദ്ധം പൂർത്തിയാക്കിയ ശേഷം നാറ്റോയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിൻ്റെതായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സ്വന്തം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് യുദ്ധം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്നുള്ള വളരെ വിചിത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്.